ഹായ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ എല്ലാം പഠിച്ചു അല്ലേ? ഇനി അതിന്റെ ബാലൻസ് സെക്ഷൻ ആണ്, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് യൂണിഫോം ആക്സലറേഷൻ എന്താണെന്നാണ്. എന്താണ് യൂണിഫോം ആക്സലറേഷൻ? ആക്സലറേഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു ബോഡിയുടെ വെലോസിറ്റി കൂടി വരണം. അപ്പൊ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷന്റെ ആൻസർ എപ്പോഴും യൂണിഫോം, സെയിം. അപ്പൊ എപ്പോഴും നോക്കിയാലും ആക്സലറേഷന്റെ ആൻസർ സെയിം ആയിട്ട് വരികയാണെങ്കിൽ ആ ആക്സലറേഷനെ പറയുന്ന പേരാണ് യൂണിഫോം ആക്സലറേഷൻ. അങ്ങനെ എപ്പോഴും ആക്സലറേഷന്റെ ആൻസർ ഒരേപോലെ വരണമെങ്കിൽ വെലോസിറ്റി എപ്പോഴും ഒരേപോലെ കൂടണ്ടേ? അപ്പോൾ ഈക്വൽ ഇന്റർവെല്ലിൽ വെലോസിറ്റി ഒരേപോലെ കൂടി വരികയാണെങ്കിൽ ആക്സലറേഷൻ എന്താണെന്ന് പറയാം? യൂണിഫോം ആക്സലറേഷൻ. വാട്ട് ഈസ് യൂണിഫോം ആക്സലറേഷൻ? ഇഫ് ദ വെലോസിറ്റി ഇൻക്രീസസ് equally in equal intervals of time, the acceleration is uniform. എന്താണ്? If the velocity increases equally in equal intervals of time, the acceleration is uniform. ഇനി if the velocity increases unequally in equal intervals of time, acceleration is what? Non-uniform. എന്താണ്? If the velocity increases unequally in equal intervals of time, ആക്സലറേഷൻ എന്തായിട്ട് മാറും? നോൺ യൂണിഫോം ആയിട്ട് മാറും. സോ വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിഫോം ആക്സലറേഷൻ ആൻഡ് നോൺ യൂണിഫോം ആക്സലറേഷൻ? മലയാളത്തിൽ പറയൂ. ഒരേ ഇന്റർവെല്ലിൽ വെലോസിറ്റി ഒരേപോലെ കൂടി പോവുകയാണെങ്കിൽ ആക്സലറേഷൻ യൂണിഫോം ആയിരിക്കും. ഒരേ ഇന്റർവെല്ലിൽ വെലോസിറ്റി അൺഈക്വൽ ആയിട്ട് കൂടി പോവുകയാണെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കും? നോൺ യൂണിഫോം. അപ്പൊ ഇംഗ്ലീഷ് ഒന്ന് പറയൂ. എന്താണ്? ഇഫ് ദ വെലോസിറ്റി ഇൻക്രീസസ് equally in equal intervals of time, acceleration is uniform. If the velocity increases unequally in equal intervals of time, the acceleration is non-uniform. Tell me, what is uniform acceleration? If the velocity increases equally in equal intervals of time, acceleration is uniform. If the velocity increases unequally in equal intervals of time, the acceleration is non-uniform. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാണ്. ഫ്രീ ഫോൾ എന്നാണ് ആ സെക്ഷന്റെ പേര്. ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുന്നത്? ഫ്രീലി ഫോളിംഗ് ബോഡി കേട്ടിട്ടുണ്ടോ? എന്താണ് ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ? എർത്തിന്റെ അട്രാക്ഷൻ കാരണം മാത്രം താഴോട്ട് വീഴുന്ന ബോഡിയെ പറയുന്ന പേരാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. എന്താണ്? എർത്തിന്റെ അട്രാക്ഷൻ കാരണം മാത്രം താഴോട്ട് വീഴുന്ന ബോഡിയെ വിളിക്കുന്ന പേരാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. എന്താണ്? പഠിക്കാൻ വയ്യ, തീരെ പഠിക്കാൻ താല്പര്യമില്ല, വീട്ടിന്റെ മണ്ട കയറിയിട്ട് താഴേക്ക് എടുത്ത് ചാടുന്നു. അപ്പൊ ആ കുട്ടി എന്തായിട്ട് മാറും? ഫ്രീലി ഫോളിംഗ് ബോഡി ആയിട്ട് മാറും. അങ്ങനെ ചെയ്തത് പഠിക്കാൻ താല്പര്യം വരണം. അങ്ങനെ ചാടുവോ? ഇല്ല. അപ്പൊ എന്താണ്? ബിൽഡിങ്ങിന്റെ മണ്ട കയറി ഒരാള് ചാടുന്നു, സൂയിസൈഡ്, ജീവിതം എടുത്തു. അപ്പൊ എന്ത് ചെയ്യുന്നു? എടുത്ത് ചാടുന്നു. ചാടുന്നവനെ ആര് മാത്രമാണ് താഴേക്ക് വലിക്കുന്നത്? എർത്ത് മാത്രം. അപ്പൊ എർത്തിന്റെ അട്രാക്ഷൻ കാരണം മാത്രം താഴോട്ട് വരുന്ന ഈ ബോഡിയെ പറയുന്ന പേരാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. എന്താണ്? A body falling down under the effect of gravity alone is known as freely falling body. What is freely falling body? A body falling down under the effect of gravity alone is known as freely falling body. Okay, കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീലി ഫോളിംഗ് ബോഡി ആയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പറയട്ടെ. അപ്പൊ രാത്രിയിൽ നമ്മൾ വീട്ടിന്റെ മേളിലത്തെ നിലയിൽ വല്ല നീക്കിയായിരിക്കും. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുന്ന സമയത്തായിരിക്കും പവർ ഫെയിലിയർ വരുന്നത്. കറണ്ട് പോയി. അപ്പൊ കറണ്ട് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഊഹം വെച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എത്തി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തങ്ങ് താഴോട്ട് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് എന്തോ അകത്തൂടെ മേലോട്ട് കയറി പോയതുപോലെ നമുക്ക് തോന്നി. അത് നമുക്ക് എന്തോ പോലെ തോന്നിയില്ലേ? ഒരു എന്തറാലിറ്റി ഫീൽ ചെയ്തില്ലേ? അപ്പൊ ആ സമയത്ത്, ആ ഒരു മൊമെന്റിൽ നിങ്ങളൊരു ഫ്രീലി ഫോളിംഗ് ബോഡി ആവുകയാണ്. ഫ്രീലി ഫോളിംഗ് ബോഡി ആയതാണ് നമുക്ക് എന്തോ പോലെ തോന്നിയത്. ഏതൊരു ഫ്രീലി ഫോളിംഗ് ബോഡിക്കും വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. എന്ത് ഫീൽ ചെയ്യും? അപ്പൊ നമുക്ക് വെയ്റ്റ്ലെസ്നെസ്, ഭാരമില്ലായ്മ തോന്നും. ആ ഭാരമില്ലായ്മ തോന്നിയതാണ് എന്തോ അകത്തൂടെ മേലോട്ട് കയറി വന്നതുപോലെ ഒരു എഫക്റ്റ് തോന്നിയത്. അപ്പൊ നമ്മളെല്ലാം പല സിറ്റുവേഷനിലും എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഫ്രീലി ഫോളിംഗ് ബോഡി ആയിട്ടുണ്ട്. അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങി വന്ന സമയത്ത്, ഈ സമയത്ത് നമുക്ക് എന്തോ അകത്തൂടെ കയറി പോയതുപോലെ തോന്നിയില്ലേ? അപ്പൊ നമ്മൾ അവിടെ എന്തായിട്ട് മാറിയതാണ്? ഫ്രീലി ഫോളിംഗ് ബോഡി. സോ അപ്പൊ ഫ്രീലി ഫോളിംഗ് ബോഡീസ് എക്സ്പീരിയൻസ് weightlessness. Freely falling bodies experience
വെയ്റ്റ്ലെസ്നെസ്. ഇനി നമ്മുടെ അച്ഛനെങ്ങനും ഈ എഫക്ട് തോന്നിയിട്ടില്ല. അച്ഛൻ പറയുന്നു ഞാൻ ഒരിക്കലും ഫ്രീലി ഫോളിങ് ബോഡി ആയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക, വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കള്ളക്കുഴിയൊക്കെ കുഴിച്ചു വെച്ചിട്ട് പാവപ്പെട്ട അച്ഛനല്ലേ, നമുക്ക് എന്താണ് ട്യൂഷന് പോകാനുള്ള പൈസയും സ്കൂളിലെ ഫീസും ഒക്കെ അടയ്ക്കുന്ന പാവപ്പെട്ടവനാണല്ലോ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ മണ്ടയ്ക്ക് തന്നെ ചെയ്യണം. നോക്കൂ, ഒരു കള്ളക്കുഴി കുഴിക്കുന്നു, പാവപ്പെട്ട അച്ഛൻ നടന്നു വരുന്നു, ആ കുഴിയുടെ മണ്ടയിൽ കയറുന്നു, നേരെ അങ്ങ് താഴെ പോകുന്നു. അടിപൊളിയല്ലേ? അപ്പൊ വല്ലാത്തൊരു സുഖം. നമുക്ക് വല്ലാത്തൊരു സുഖം. തിരിച്ച് കയറുമ്പോഴത്തേക്ക് വേറെ വല്ല സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടോളണം. അപ്പൊ അച്ഛന് ഇപ്പൊ എന്ത് തോന്നി? അച്ഛന് എന്തോ അകത്തോടെ കയറി പോയതുപോലെ തോന്നി. ബിക്കോസ് അച്ഛൻ ആ മൊമെന്റിൽ എന്തായിട്ട് മാറി? ഫ്രീലി ഫോളിങ് ബോഡി ആയിട്ട് മാറി. അപ്പൊ ഗായത്രി അത് ചെയ്യോ? അച്ഛൻ്റെ കൂടെ അത് ചെയ്യോ? പാവ അച്ഛനല്ലേ, അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോ എന്താണ് ഫ്രീലി ഫോളിങ് ബോഡി? എ ബോഡി falling down under the effect of gravity alone is known as freely falling body. ഇനി ഫ്രീലി ഫോളിംഗ് ബോഡീസ് എക്സ്പീരിയൻസ് വെയ്റ്റ്ലെസ്നെസ്. ഓർത്ത് വെച്ചോണം, ഫ്രീലി ഫോളിംഗ് ബോഡീസിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ അച്ഛൻ കയറി വരുമ്പോഴത്തേക്ക് ചോദിക്കുന്നു, അച്ഛാ എന്ത് തോന്നി? അടിപൊളി ഒരു എക്സ്പീരിയൻസ് തോന്നിയില്ലേ? അതാണ് വെയ്റ്റ്ലെസ്നെസ് ഫീലിംഗ്. അത് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വെയ്റ്റ്ലെസ്നെസ് എന്താണെന്ന് കാണിച്ചു തരും. നോക്കൂ, കിണറ്റിൽ എടുത്തിടും. നോക്കൂ, സൂക്ഷിച്ചൊക്കെ ചെയ്യുക. സോ ലിസൺ, അടുത്തത് നമുക്കൊരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കാര്യം നോക്കാം. അതിന്റെ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി എത്രയാ? ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 1 സെക്കൻഡ് കഴിഞ്ഞപ്പോ, ആഫ്റ്റർ 1 സെക്കൻഡ് കഴിയുമ്പം അതിന്റെ വെലോസിറ്റി എത്ര ആവും അറിയാമോ? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആവും. എത്രയാവും? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആവും. ആഫ്റ്റർ 1 സെക്കൻഡ് വെലോസിറ്റി വീണ്ടും ഒരു 9.8 കൂടെ കൂടും. 9.8 പ്ലസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആവും. അല്ലെങ്കിൽ 2 ടൈംസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആവും. കുഴപ്പമില്ലല്ലോ. ഇനി ആഫ്റ്റർ 1 സെക്കൻഡ്, വീണ്ടും 1 സെക്കൻഡ് കഴിയുമ്പം വെലോസിറ്റി 9.8 പ്ലസ് 9.8 പ്ലസ് 9.8 അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആവും. ഓർ 3 ടൈംസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആവും. ഇനി ആഫ്റ്റർ 1 more second വെലോസിറ്റി എത്ര ആവും? 9.8 പ്ലസ് 9.8 പ്ലസ് 9.8 പ്ലസ് 9.8 ആവും. അതായത് അത്രയും മീറ്റർ പെർ സെക്കൻഡ്. ഓർ 4 ടൈംസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആവും. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ എന്താണ് സംഭവിച്ചത്? സ്റ്റാർട്ടിംഗ് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എടുക്കുക, അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 0. 1 സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായി? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആയി. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിയുമ്പോഴോ 9.8 പ്ലസ് 9.8 ആയി. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിഞ്ഞപ്പോഴോ 9.8 പ്ലസ് 9.8 പ്ലസ് 9.8 ആയി. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിഞ്ഞപ്പോഴോ 9.8 പ്ലസ് 9.8 പ്ലസ് 9.8 പ്ലസ് 9.8. അതായത് എവരി 1 സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി എത്ര വെച്ച് കൂടി പോകുന്നു? 9.8 വെച്ച് കൂടി പോകുന്നു. അതായത് വെലോസിറ്റി കൂടി പോകുന്നു. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റി കൂടി പോകുന്നു. എവരി 1 സെക്കൻഡിൽ എത്ര വെച്ച് കൂടി പോകുന്നു? 9.8 വെച്ച് കൂടി പോകുന്നു. വെലോസിറ്റി കൂടുമ്പോൾ ആ ബോഡിക്ക് എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോ ഈ ബോഡിക്ക് എന്തുണ്ടായി? ആക്സലറേഷൻ ഉണ്ടായി. ഫസ്റ്റ് കേസിൽ ഉണ്ടായ ആക്സലറേഷൻ എങ്ങനെ കാണും? ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ v മൈനസ് u ബൈ ടി എന്നാണ്. ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കൂ, സ്റ്റാർട്ടിംഗ് വെലോസിറ്റി ഇതാണ്, ഫൈനൽ വെലോസിറ്റി ഇതാണ്. പറയൂ, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം 1. അപ്പൊ ആൻസർ എത്ര വരും? 9.8 എന്ന് വരും. ആക്സലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അടുത്ത കേസിൽ ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി, ഇതാണ് ഫൈനൽ വെലോസിറ്റി. അപ്പോ വാട്ട് ഈസ് ആക്സലറേഷൻ? സെക്കൻഡ് കേസിൽ v മൈനസ് u ബൈ ടി. നിങ്ങൾ വാല്യൂ ഇടൂ. v എത്ര? ഫൈനൽ വെലോസിറ്റി 2 ടൈംസ് 9.8 മൈനസ് u എന്ന് പറയുന്നത് 9.8 ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈമും 1 സെക്കൻഡ് ആണ്. 2 ചക്ക മൈനസ് ഒറ്റ ചക്ക. എത്ര ചക്ക? 1 ചക്ക. അതായത് 9.8 ഡിവൈഡഡ് ബൈ 1. അപ്പൊ ആൻസർ എത്ര വന്നു? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നെ വീണ്ടും കിട്ടി. ഇനി അടുത്ത കേസിൽ ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി, ഇതാണ് ഫൈനൽ വെലോസിറ്റി. ആക്സലറേഷൻ പറയൂ. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഫൈനൽ വെലോസിറ്റി എത്രയാ? 3 into 9.8 മൈനസ് 2 into 9.8 ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം എത്രയാ? 1 സെക്കൻഡ്. അപ്പൊ 3 ചക്ക മൈനസ് 2 ചക്ക എന്ന് പറഞ്ഞാൽ ഒറ്റ ചക്ക. അപ്പൊ 9.8 ഡിവൈഡഡ് ബൈ 1. അപ്പൊ ആൻസർ എത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. വീണ്ടും അടുത്തതില് ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി, ഇതാണ് ഫൈനൽ വെലോസിറ്റി. ആക്സലറേഷൻ എത്രയെന്ന് പറയൂ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. പറയൂ. 4 into 9.8 മൈനസ് 3 into 9.8 ഡിവൈഡഡ് ബൈ 1. അവിടെയും ആൻസർ എത്ര തന്നെ വരും?
9.8 meter per second square എന്ന് തന്നെ വരും. അപ്പൊ നിങ്ങൾ നോക്കൂ, എപ്പോഴും ആക്സലേഷൻ കണ്ടുപിടിച്ചപ്പോഴും ആക്സലേഷന്റെ ആൻസർ സെയിം അല്ലേ വരുന്നത്? അപ്പൊ ആക്സലേഷന്റെ ആൻസർ യൂണിഫോം അല്ലേ? അപ്പോ ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സലേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആണ്. അപ്പോ യൂണിഫോം ആക്സലേഷൻ ഒരു എക്സാമ്പിൾ പറ. ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സലേഷൻ. അപ്പൊ ബോഡി കിടക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങളും ഞാൻ ഒന്ന് പറയാം. നമ്മളിവിടെ ഫ്രീലി ഫോളിംഗ് ബോഡിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ? എർത്തിന്റെ അട്രാക്ഷൻ കാരണം മാത്രം താഴോട്ട് വീഴുന്ന ബോഡീസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. ഇനി ഫ്രീലി ഫോളിംഗ് ബോഡീസിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. ഫ്രീലി ഫോളിംഗ് ബോഡീസിന്റെ കേസിൽ എന്താണ്? എവരി 1 സെക്കൻഡിൽ വെലോസിറ്റി എത്ര വെച്ച് കൂടും? 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടും. അങ്ങനെയാണെങ്കിൽ ആ ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ടാവും. ആക്സലറേഷന്റെ ആൻസർ എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അതായത് ആ ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സലറേഷൻ യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കും. സോ ഷാൽ ഐ എക്സ്പ്ലെയിൻ ദ ഹോൾ തിങ്സ് once again? See, you consider a freely falling body. See, what is the initial velocity of the body? 0. After 1 second, velocity increases by 9.8. So, new velocity is 9.8 meter per second. After 1 more second, the velocity becomes 9.8 plus 9.8. That is 2 times 9.8. After 1 more second, the velocity becomes 9.8 plus 9.8 plus 1 more 9.8. That is 3 times 9.8. After 1 more second, the velocity becomes 9.8 plus 9.8 plus 9.8 plus 9.8 or 4 times 9.8. In short, in every 1 second, velocity is increasing by how much? 9.8 meter per second. Am I right? So as the velocity is increasing, your body will be getting acceleration. See, you calculate acceleration in the first case. This is the initial velocity, this is the final velocity. Time taken is 1. So what is acceleration? You are getting as 9.8 meter per second square. Then in the next case, this is the initial velocity, this is the final velocity. Time taken is 1 second. You calculate acceleration. Again you are getting 9.8 meter per second square. In the next case, this is the initial velocity, this is the final velocity. You calculate acceleration. You will get 9.8 meter per second square. In the next case, this is the initial velocity, this is the final velocity. Time taken is 1 second. Calculate acceleration. Again, your answer will be 9.8 meter per second square. That is, in all cases, you are getting the acceleration as 9.8 meter per second square. So, your body is getting what type of acceleration? Uniform acceleration. You got it? See, I will explain. See, what do you know about freely falling body? A body falling down under the effect of gravity alone is known as freely falling body. Then, freely falling bodies experience weightlessness. Then, for a freely falling body, in every 1 second, velocity increases by 9.8 meter per second. Hence, it gets a uniform acceleration of 9.8 meter per second square. Once again, shall I ask? You have to say the answer. Okay. So, I will ask, you have to say. Say, a body falling down under the effect of gravity alone is known as? Yes, freely falling body. Okay. In every 1 second, the velocity of a freely falling body increase by dash 9.8 meter per second. Okay. Then the body will get what type of acceleration? A uniform acceleration. What is the answer of that acceleration? 9.8 meter per second square. This acceleration is represented by the letter G, which G is small g. Am I right? Listen. What is the velocity after 1 second? Velocity after 1 second is 9.8. It is 1 into 9.8. Am I right? Velocity after 2 second is 2 into 9.8. Velocity after 3 second is 3 into 9.8. Velocity after 4 second is 4 into 9.8. Velocity after n second is n into 9.8. Keep in mind. Okay. So, for a freely falling body, what is the initial velocity? 0. After 1 second, velocity increases by 9.8. So, the new velocity will be 9.8. Then after 1 more second, velocity becomes 2 into 9.8. After 1 more second, velocity becomes 3 into 9.8. After 1 more second, velocity becomes 4 into 9.8. So, after n second, velocity becomes n into 9.8. So, velocity in every 1 second, velocity increases by 9.8 meter per second. So, the body will get uniform acceleration of 9.8 meter per second square. Okay. So, give example for uniform acceleration. Acceleration of a freely falling body is example for uniform acceleration. You got it? Now, let us see another thing. See, shall I consider a freely falling body?
So I am considering a freely falling body. Okay. So for a freely falling body, freely falling body. So shall I simply drop a body? So ഒരു ബോഡിയെ വെറുതെ ഇടുക. So a dropped body. ഒരു ബോഡിയെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്നു വെറുതെ. സോ ഒരു ഡ്രോപ്ഡ് ബോഡി എടുക്കുക. ഓക്കെ, ഒരു ബോഡിയെ വെറുതെ താഴേക്ക് ഇടുകയാണ്. ഓക്കെ, താഴേക്ക് ഇടുന്ന ബോഡിയുടെ കേസിൽ എന്തായിരിക്കും ഇനീഷ്യൽ വെലോസിറ്റി? ഞാൻ ഈ പെന്നിനെ താഴേക്ക് ഇടുകയാണ്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി? പറയൂ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണല്ലേ. താഴേക്ക് വരുമ്പോഴത്തേക്ക് അതിന് ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ എത്രയെന്നാ പഠിച്ചേ? ആക്സലറേഷൻ എത്രയാ? ജി ആണ്. എത്രയാ? ജി. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓർമ്മയുണ്ടോ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അടുത്ത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. ഈ 3 ഇക്വേഷനിൽ നമുക്ക് ഈ വാല്യൂസ് വെറുതെ ഇട്ട് നോക്കാം. അപ്പൊ എങ്ങനെ വരും എന്ന് പറയൂ. ആദ്യത്തെ വി ഈക്വൽ ടു യു എത്ര മക്കളെ? 0 പ്ലസ് എ എത്ര? ജി ഇൻറ്റു ടി. അപ്പൊ വി ഈക്വൽ ടു പറയൂ. വി ഈക്വൽ ടു ജി ടി എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ ഇപ്പൊ എന്താണ് കിട്ടിയത്? താഴേക്ക് ഇട്ട ബോഡി തറയിൽ ചെന്ന് ഇടിച്ചപ്പോൾ ഉള്ള വെലോസിറ്റി, തറയിൽ വന്ന് വീണപ്പോൾ ഉള്ള വെലോസിറ്റി. വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ഇറ്റ്? വി ഈസ് ഈക്വൽ ടു ജി ടി എന്നാണ് ഇക്വേഷൻ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ജി ടി. അപ്പൊ 5 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യും? ജി ഇൻറ്റു 5. 8 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എത്രയെന്ന് അറിയണമെങ്കിൽ 8 ഇൻറ്റു ടി. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഈ ഇക്വേഷനിൽ ഇടാം. ഇത് താഴേക്കല്ലേ പോയത്? താഴേക്ക് എത്ര ദൂരം സഞ്ചരിച്ചു? പറയൂ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? പറയൂ. 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പൊ അതിൽ നിന്ന് ബാക്കി പറയൂ. എസ് ഈസ് ഈക്വൽ ടു പറയൂ ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടി. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോ എന്താണ് 5 സെക്കൻഡ് കൊണ്ട് താഴേക്ക് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഇതിനകത്ത് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു 5 സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് 5 സെക്കൻഡ് കൊണ്ട് ആ ബോഡി എത്ര ദൂരം താഴേക്ക് സഞ്ചരിച്ചു എന്ന് കിട്ടും. അടുത്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി സ്ക്വയർ മൈനസ് പറയൂ 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a എന്നുള്ള ജി ആണ്. എസ് എന്നായി. അപ്പൊ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര വരും? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gs എന്ന് കിട്ടി. ഇനി അടുത്ത അതിൽ നിന്ന് വി എങ്ങനെ കാണും? റൂട്ട് ഓഫ് 2gs എന്നെടുത്തൂടെ. അപ്പൊ എന്താണ് ഇപ്പൊ കണ്ടുപിടിച്ചത്? ഇതിന്റെ ഫൈനൽ വെലോസിറ്റി കാണാനുള്ള വേറൊരു ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് 2gs. അപ്പൊ നമുക്ക് ജിയുടെ വാല്യൂ അറിയാം. അത് എത്ര ദൂരം താഴേക്ക് സഞ്ചരിച്ചു എന്നറിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി കാണാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ്? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gs. ഈ എസിന് പകരം നമുക്ക് വേണമെങ്കിൽ എച്ച് വേണമെങ്കിൽ എഴുതാം. പേടിക്കൊന്നും വേണ്ട. എന്തൊക്കെയാണ്? സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് വിച്ച് ബോഡി? ഫ്രീലി ഫോളിംഗ് ബോഡി. സി വി ആർ ഫസ്റ്റ് ഡിസ്കസിങ് അബൌട്ട് എ ബോഡി ഡ്രോപ്ഡ്. സോ you consider a body dropped from a height. See, this is your body. It is dropped from a height h. H height in I am dropping your body. So what is the initial velocity of your body? 0. Then what is the acceleration of your body? Acceleration is acceleration due to gravity. We have 3 equations. V equal to u plus at. It is the first equation. Second equation, s is equal to ut plus half at square. Then what is the third equation? V square minus u square is equal to 2as. These are the equations we have. No problem. Then shall I put the values here? Then v equal to final velocity of your body is equal to what is u? 0 plus what is a? G into t. Or v equal to gt. So here you are getting velocity after 5 seconds. Suppose I want the velocity after 5 seconds. Velocity after 5 seconds can be calculated using this formula. Velocity is equal to gt. So instead of t you write 5. Okay. Then in the second equation you substitute. What is s value here? It is h. So h is equal to, tell me, h is equal to what is u? 0 into t plus half what is a? G then t square. Okay. So tell me h is equal to how much? Half gt square. Half gt square. So suppose I want to calculate how much distance my body is covering.
in 10 seconds. So you put t as 10. 10 and ഇവിടെ substitute ചെയ്യുക, എത്ര ദൂരം 10 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുമെന്ന് കിട്ടും. Then what is the third equation? V square minus u square is equal to 2as. Substitute, പറയൂ. V square minus what is u? 0. 0 square equal to 2. What is a? G. What is s? H. Which implies, say, V square equal to what? V square equal to 2gh. And therefore, what is V? V equal to root of 2gh. This is a velocity with which your body reaches bottom. So what is the velocity with which your body reaches bottom? So it is equal to root of 2gh. Okay. So we are discussing about which body? Freely falling body. What is so first we are discussing about a dropped body. What is the initial velocity of your body? 0. Then what is the acceleration? Acceleration is acceleration due to gravity. Then we have three equations. V equal to u plus at, s is equal to ut plus half at square, v square minus u square equal to 2s. These are the equations we have. In these equations you simply put the values. So v equal to u 0 plus gt. Okay, so v equal to gt, it is the first equation, no doubt. Then so velocity after 10 seconds can be calculated using this formula, velocity equal to g into 10. That way you can calculate. Then next is, see, what is the height from which your body is dropped? H. So you put this that value here. So s is h here. So h is equal to 0 into t plus half gt square. Then from this h is equal to half gt square. No problem. So height or distance traveled by the body. Distance traveled by the body in 2 seconds is, tell me, half g into 2 square. This way you can calculate the distance. Then what is the third equation? V square minus u square is equal to 2as. V square minus what is u? 0. So its square is equal to 2 into g into what is s? H here. So you are getting v square equal to 2gh or v equal to root of 2gh. See, this is a velocity with which your body reaches bottom. See, if h is known, then what is the velocity with which your body hits the ground? V equal to root of 2gh. You got it? See, say the answers. What are the three equations we have? V equal to, say, V equal to u plus at. Next equation, s is equal to ut plus half at square. Third equation, v square minus u square equal to 2as. So we were discussing about a dropped body. For in the case of a body dropped, what is the initial velocity? Initial velocity is 0. Then what is a? A is g. So you put the values in the three equations, you will get these results. See, shall I ask one question? What is the distance traveled in 3 seconds? Which equation will you use? What is the distance traveled in 3 seconds? H is equal to half gt square. Here you put t as 3. Then in 4 seconds, what is the final velocity? What is the velocity after 4 seconds? Which equation will you select? Velocity after 4 seconds is equal to gt. Okay, in this equation you put t as that value 4. Then see, the height from which you are dropping is known, suppose. Then what is the velocity with which your body hits the ground? V equal to root of 2gh. Is it clear to you? Again we are discussing about freely falling body, but in this case we are throwing the body down with a velocity u. നമ്മൾ കഴിഞ്ഞ കേസിൽ എന്തായിരുന്നു? ബോഡിയെ വെറുതെ താഴേക്ക് ഇടുകയായിരുന്നു അല്ലേ? അപ്പൊ അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 0. ഇനി അതല്ല, ബോഡിയെ യു വെലോസിറ്റിയിൽ താഴോട്ട് എറിയുന്നു. യു വെലോസിറ്റിയിൽ താഴോട്ട് എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നുമില്ല. നോക്ക്, കാര്യങ്ങളെല്ലാം അറിയാം. ഇനിഷ്യൽ വെലോസിറ്റി എത്ര? യു. ഇനി താഴേക്കല്ലേ പോകുന്നത്? എത്ര? ജി. ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളത്. ഇനി നമ്മുടെ 3 ഇക്വേഷൻ പറയൂ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അടുത്ത ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അടുത്ത വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as അല്ലേ? ഇത് 3 ഇക്വേഷനും എങ്ങനെ ആവുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. സിമ്പിൾ ആയിട്ട് പറയൂ. വി ഈക്വൽ ടു പറയൂ, യു എത്ര? യു തന്നെ പ്ലസ് എ എന്താ? ജി ഇൻറ്റു ടി എന്താണ്? ടി. അപ്പൊ ഈ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ ആവും. അത്ഭുത സംഭവമൊന്നുമല്ലോ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ ആവും? എസ് എന്ന് പറയുന്ന എച്ച് അല്ലായിരുന്നോ? അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു യു എത്രയാണ്? യു ടി പ്ലസ് ഹാഫ് എ എന്താണ്? ജി ടി സ്ക്വയർ എന്നാവും. അടുത്തെന്താണ്? ഈ ഇക്വേഷൻ എന്താവും പറയൂ. വി സ്ക്വയർ മൈനസ് യു എന്താണ്? യു തന്നെ
അപ്പൊ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2a എന്താണ് g, s എന്താണ് h. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ? അപ്പൊ ഇത് ഓർത്ത് വെച്ചോണം. അപ്പൊ നമുക്കൊരു ബോഡിയെ താഴേക്ക് ഇടാൻ വേണ്ടി വെറുതെ ഇടാം, അല്ലെങ്കിൽ യു വെലോസിറ്റിയിൽ താഴോട്ട് എറിയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് യു വെലോസിറ്റിയിൽ താഴോട്ട് എറിയുന്ന കേസാണ്. യു വെലോസിറ്റിയിൽ താഴോട്ട് എറിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എത്ര? യു. ആക്സലറേഷൻ എത്ര? ജി. ഇനി ഈ വാല്യൂസ് നമ്മുടെ 3 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് 3 ഇക്വേഷൻ കിട്ടും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ വി ആർ അഗൈൻ ഡിസ്കസിംഗ് അബൌട്ട് ഫ്രീലി ഫോളിംഗ് ബോഡി. In this case, you are throwing a body down with a velocity u. Okay. So what are our equations? V equal to u plus at, s is equal to ut plus half at square. V square minus u square is equal to 2as. Then you are throwing with a velocity u. So initial velocity is u itself. A is g. So put the values here. You will get 3 equations. Got it? See, I will ask. Say in this case, we are throwing the body down with velocity u. Then what is the initial velocity? U. What is a? G. Then how many equations we have? 3. What are they? V equal to u plus at, s is equal to ut plus half at square, v square minus u square equal to 2as. Then put these values there. So instead of u, you write u, then a, g, then here instead of s, h, u, u, then a, g, then here v, u, u, a, g, s, h. Okay? Any problem? അടുത്തലേക്ക് പോട്ടെ.